ചില ആൾക്കാർ ഇങ്ങനെ ഖുറാൻ നോക്കിയിട്ട് ഇതിൽ കാർഡിയോളജി ഇല്ലല്ലോ, ഡിനോസറുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ, ഇത് ഹാർട്ടിനെ കുറിച്ച് പറഞ്ഞു, ഹാർട്ടിൽ 4 ചേംബർ ആണെന്നില്ലല്ലോ, എല്ലാം അറിയുന്ന പടച്ചോനാണെങ്കിൽ ഇതൊക്കെ വേണ്ടേ? നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് സയൻസ് ആണ് പഠിക്കേണ്ടത്, സയൻസ് പഠിക്കലാണ് നിങ്ങളുടെ ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. നിങ്ങൾക്ക് മാർഗദർശനമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഖുർആനെ സമീപിക്കുക. കാരണം ഈ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഈ ആയത്തിലോ മറ്റു ആയത്തുകളിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്കറിയാത്ത ഒരുപാട് വിവരങ്ങൾ പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണിത്. എന്നുവെച്ചാൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കുറെ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണിത് എന്ന് പറഞ്ഞിട്ട് ഇതിൽ റേഡിയോളജിയോ അല്ലെങ്കിൽ റോബോട്ടിക്സോ ഇല്ലെങ്കിൽ നമുക്കത് പറയാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇത് കുറെ നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയാണ്? വിശുദ്ധ ഖുർആൻ നമ്മെ സൃഷ്ടിച്ച സട്ടാവ് നമുക്ക് മാർഗദർശനം തരികയാണ്. മാർഗദർശനത്തിന് വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥം മാർഗദർശനത്തിന് വേണ്ടി സമീപിക്കണം. എന്ന് വെച്ചാൽ ഇത് വളരെ ഒബ്വിയസ് ആണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് വിചാരിക്കാം. ഹാർട്ടിന് 4 ചേംബർ ആണ് എന്നുള്ളത് കൊണ്ട് ഒരാളുടെയും ഹൃദയം ശുദ്ധീകരിക്കപ്പെടില്ല. അതേപോലെ തന്നെ ബ്രെയിനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പഠിച്ചത് കൊണ്ട് ഒരാളും നന്നാവാൻ പോകുന്നില്ല. കാരണം ഈ ഹാർട്ടിന്റെ പ്രവർത്തനവും ബ്രെയിനിന്റെ പ്രവർത്തനവും അതേപോലെ തന്നെ ആറ്റത്തിന്റെ പ്രവർത്തനങ്ങളും എല്ലാം അറിയുന്ന മനുഷ്യരാണ് ഇവിടെ വലിയ വലിയ ക്രൂരതകൾ ചെയ്ത്. എന്ന് വെച്ചാൽ ഒരാളുടെയും അറിവ്, ഈ പറഞ്ഞ പ്രാപഞ്ചികമായ ഭൗതികമായ അറിവ് കൂടി എന്നുള്ളത് കൊണ്ട് അവൻ നന്നാവണമെന്നില്ല. നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഖുർആനിലുള്ളത്. നിങ്ങളുടെ ഹൃദയത്തെ സൃഷ്ടിച്ച, നിങ്ങളുടെ ബ്രെയിനിനെ സൃഷ്ടിച്ച, നിങ്ങളെ സൃഷ്ടിച്ച സട്ടാവ് അത് പറഞ്ഞു തരിക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി അതിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് അവിടെ ഉണ്ടാവും. അതല്ലാതെ വേറെന്തിനോ വേണ്ടിയിട്ട് നിങ്ങളൊരു ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഇതിൽ ബയോളജി ഇല്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഖുർആൻ നോക്കിയിട്ട്. എന്നാൽ അതേസമയത്ത് ഖുർആനിൽ ചരിത്രമുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, യൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നത് അതിൽ എന്തുണ്ട്? മനുഷ്യർക്ക് പാഠങ്ങൾ പറയാൻ വേണ്ടിയാണ്. അതേപോലെ ഖുർആനിൽ സൂര്യനെ പറ്റി, ചന്ദ്രനെ പറ്റി, അതേപോലെ തന്നെ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെ കുറിച്ച്, മനുഷ്യനെ കുറിച്ചെല്ലാം പറയുന്നത് അതിൽ നിന്നെല്ലാം മനുഷ്യന് ചില പാഠങ്ങൾ നൽകാൻ വേണ്ടിയാണ്. അല്ലാതെ കേവലം സയൻസ് പറയുക, കേവലം ചരിത്രം പറയുക എന്നുള്ളതല്ല ഖുർആനിന്റെ ഉദ്ദേശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്.